ഹലോ ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ് എവറിബഡി. നമ്മൾ ഇന്നിവിടെ ഗാദർ ചെയ്തിരിക്കുന്നത് മഹാരാജാസ് കോളേജ് ഫിലോസഫി ഡിപ്പാർട്ട്മെന്റും IQACയും കൂടി സംയുക്തമായി നടക്കുന്ന വെബിനാർ സീരീസിന്റെ ഇനോഗ്രേഷനും ആദ്യത്തെ വെബിനാറിനും സംഘടിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ആദ്യമായി ഈ സെമിനാറിൽ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പ്രത്യേകമായിട്ട് ഇന്നിവിടെ വെൽക്കം പറയാമെന്ന് പറഞ്ഞ നോബൽ സാറ് എത്തിയിട്ടില്ല. അപ്പോൾ സാറിന്റെ ഒരു കടമയും കൂടി ഞാൻ നിർവഹിക്കാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. അതുപോലെ ഇന്നിവിടെ നമ്മുടെ ഈ ഒരു വെബിനാർ സീരീസിന്റെ ഇനോഗ്രൽ സെഷന് അധ്യക്ഷനായിരിക്കുന്നത്, ചെയർ അലങ്കരിക്കുന്നത് ഞങ്ങളുടെ പ്രിയങ്കരനായ HOD ഡോക്ടർ ജിജോ പഞ്ഞിക്കാരനാണ്. സാറിനെ മഹാരാജാസ് കോളേജ് IQAC ടീമിന് വേണ്ടിയിട്ടും ഡിപ്പാർട്ട്മെന്റിന്റെ പേരിലും വളരെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ പ്രിൻസിപ്പൾ ഇനോഗ്രേഷനായിട്ട് എത്താമെന്ന് പറഞ്ഞിരുന്നെങ്കിലും സാറിന് ഒത്തിരി തിരക്കുകൾ ഉണ്ടെന്നോ, ന്യൂ ഇയർ ആണ്, അതുപോലെ ഡിപ്പാർട്ട്മെന്റിന്റെ NAC വിസിറ്റുമായിട്ട് ബന്ധപ്പെട്ട് സാർ മീറ്റിങ്ങുകളിൽ ഒരുപാട് അറ്റൻഡ് ചെയ്തുകൊണ്ട് സാറിന് സമയത്തിന് എത്താൻ ചിലപ്പോൾ പറ്റില്ല എന്ന് നേരത്തെ അറിയിച്ചിരുന്നു. അതിനോടൊപ്പം നമ്മുടെ IQAC കോർഡിനേറ്റർ നമ്മൾക്ക് ആശംസകൾ തരാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ സാറിനെ തന്നെ ഞാൻ ഈ ഒരു മീറ്റിങ്ങിലേക്ക്, എന്തായാലും IQAC സംഘടിപ്പിക്കുന്ന ഒരു മീറ്റിംഗ് ആണ്, IQAC നമ്മൾക്ക് എല്ലാ സഹകരണങ്ങളും ചെയ്തു തരുന്നു. സാറിനെ തന്നെ ഞാൻ ഇനോഗ്രേഷനിലേക്ക് വേണ്ടിയിട്ട് സാറിനെയും ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഈ പ്രോഗ്രാം ഇന്നത്തെ ഫസ്റ്റ് വെബിനാർ നമുക്ക് വേണ്ടി അവതരിപ്പിക്കാം എന്ന് പറഞ്ഞിട്ടുള്ളത് മദ്രാസ് ക്രിസ്ത്യൻ കോളേജിലെ ഫിലോസഫി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറായ ഡോക്ടർ കുമാരി സുനിത ടീച്ചറാണ്. ടീച്ചറിനെ ഇന്നത്തെ ആദ്യത്തെ പേപ്പർ അവതരിപ്പിക്കുന്നതിന് വേണ്ടി, തീം പേപ്പർ അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഡിപ്പാർട്ട്മെന്റിന്റെ പേരിലും മഹാരാജാസ് കോളേജ് IQAC ടീമിന്റെ പേരിലും വളരെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇതുപോലെ ഇത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ആദ്യത്തെ സംരംഭമാണ് യൂട്യൂബിലെ ലൈവ് സ്ട്രീമിംഗ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന, ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ വിദ്യാർത്ഥികളെയും മറ്റ് ഫിലോസഫി ഇഷ്ടപ്പെടുന്നവരെയും ഞങ്ങളുടെ ഫിലോസഫി ഡിപ്പാർട്ട്മെന്റിനോടൊപ്പം കോളേജിനോടൊപ്പം എപ്പോഴും സഹകരിക്കുന്നവരെയും, അതുപോലെ നമ്മുടെ റിസോഴ്സ് പേഴ്സന്റെ കൊളീഗ്സും ഫ്രണ്ട്സും ഒക്കെ ഈ പ്രോഗ്രാം കാണുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരെ ഓരോരുത്തരെയും ഡിപ്പാർട്ട്മെന്റിന്റെ പേരിലും കോളേജിന്റെ പേരിലും വളരെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അധ്യക്ഷ പദം ചെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ജിജോ സാറിനെ ഞാൻ വിളിക്കുകയാണ്. സാർ എത്രയും നമ്മുടെ ഈ സെമിനാറിന് അധ്യക്ഷത ബഹുമാനപ്പെട്ട IQAC കോർഡിനേറ്റർ ഡോക്ടർ സന്തോഷ് ടി വർഗീസ്, നമ്മുടെ ചീഫ് ഗസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ സുനിത, എല്ലാവർക്കും നമസ്കാരം. വളരെ പരിമിതമായ ഒരു സാഹചര്യത്താണ് നാം ഈ സെമിനാർ സംഘടിപ്പിച്ചിട്ടുള്ളത്. പരിമിതമായ സാഹചര്യമാണ് എങ്കിൽ കൂടിയും ഇപ്പൊ നാം എല്ലാവരും അതൊരു ശീലമാക്കി മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സെമിനാർ ഡിസ്കോഴ്സായി നാം കാണേണ്ടതില്ല. കാരണം ഫസ്റ്റ് ഇയർ, +2 കഴിഞ്ഞ് വന്ന ഫസ്റ്റ് ഇയർ കുട്ടികളും MA അത്ര ഒരു പൊതു സമൂഹമാണ്, ഫിലോസഫി പറ്റിയിട്ട് ഒരു പൊതു മുമ്പിലാണ് നാം ഈ വെബിനാർ സംഘടിപ്പിക്കുന്നത്. അതുകൊണ്ട് പേര് തീംസ് ആൻഡ് പെർസ്പെക്റ്റീവ്സ് എന്നുള്ളതാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിലോസഫിയെ സംബന്ധിച്ചിടത്തോളം നിരവധി തീംസ് ഉണ്ട് എങ്കിൽ കൂടിയും ഏതൊരു തീമാണോ ആ തീമിന് എതിരായിട്ടുള്ള തീംസും പെർസ്പെക്റ്റീവ്സും നമ്മൾ കണ്ടിട്ടുണ്ട്. ഉദാഹരണമായിട്ട് ഇപ്പോൾ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് സുനിത, അപ്പൊ പെർസെപ്ഷനെ കുറിച്ച് നമ്മൾ പെർസെപ്ഷനെ കുറിച്ച് ജൈനമതം പറയുന്ന ഒരു പെർസെപ്ഷൻ ദാറ്റ് ഈസ് ഇൻഡയറക്റ്റ് നോളജ്. ഇപ്പൊ ചാക മെറ്റീരിയലിൽ ഒരു ചിന്താഗതി, അത് ഡയറക്റ്റ് നോളജ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഫിലോസഫിയില് പലപ്പോഴും വെച്ചാൽ രാഷ്ട്രീയത്തിൽ കണക്ക് കൂട്ടുന്നത് പോലെ രാഷ്ട്രീയത്തിൽ ഒന്നും രണ്ടാകണമെന്നില്ല.
അതുപോലെ തന്നെയാണ് ഫിലോസഫിയുടെ ഒരു ചിന്താഗതി. അതുകൊണ്ട് തന്നെ പറയാൻ പറ്റില്ല അതാണ്. അതോടൊപ്പം തന്നെ നമുക്ക് കൂട്ടി വായിക്കാൻ പറ്റുന്ന ഒരു കാര്യം, ദാറ്റ് ഈസ് ദ ബ്യൂട്ടി ഓഫ് ഫിലോസഫി. ഫിലോസഫിയുടെ ബ്യൂട്ടിയും അതാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രോബ്ലവും ബ്യൂട്ടിയും രണ്ട് ദേ ആർ ഗോയിങ് ടുഗദർ. അത്തരത്തിലുള്ള ഒരു ചിന്താഗതിയുമായി ബന്ധപ്പെട്ടിട്ടാണ് കുട്ടികൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട് നാം ഈ പറയുന്ന ഒരു വെബിനാർ നാം സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ അത്തരത്തിലുള്ള ചിന്താഗതികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളെ തന്നെയാണ് നാം വിളിച്ചിട്ടുള്ളത്. സുനിത ടീച്ചറെ സംബന്ധിച്ച് പറയുമ്പോൾ, സുനിത ടീച്ചർ ഞാൻ നേരത്തെ ഒരു ലൈവ്, ഒരു ഓഫ്ലൈൻ സെമിനാർ, അങ്ങനെയാണ് നമ്മൾ വാക്കുകളൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് ടീച്ചർക്ക് അത് സംബന്ധിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഈ സെമിനാറുമായി ബന്ധപ്പെട്ട് എൻ്റെ മനസ്സിൽ വന്ന ആദ്യത്തെ പേര് ടീച്ചറെ ഞാൻ വിളിച്ചു. മാത്രമല്ല ടീച്ചർ ഒരു വളരെ മിടുക്കിയായിട്ടുള്ള ഒരു അക്കാഡമിഷ്യൻ ആണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ടീച്ചർ ചോദിച്ചു, സാധാരണ മനുഷ്യരുടെ പോലെ സംസാരിക്കണമോ അല്ലെങ്കിൽ ഒരു ഇന്റലക്ച്വൽ ബോസിൽ നിൽക്കുന്നത് പോലെ സംസാരിക്കണമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, സാധാരണ മനുഷ്യരുടെ ഭാഷയിൽ സംസാരിക്കുക. ഞാൻ വീണ്ടും ഒരു വാക്ക് പറഞ്ഞു, പൂമ്പാറ്റയിൽ വർത്താനം പറയുന്നത് പോലെ സംസാരിക്കുക. കാരണം അതുകൊണ്ട് ഞാനധികം ദീർഘിപ്പിക്കുന്നില്ല. ഇതിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പളാണ് വരാമെന്ന് പറഞ്ഞിട്ടുള്ളത്. പ്രിൻസിപ്പളെ ഇതുവരെ കാണാത്തത് കൊണ്ട് ഞാനായിട്ട് ബഹുമാന സന്തോഷിനെ ഉദ്ഘാടനം ചെയ്യുന്നതിനായി റിക്വസ്റ്റ് ആണ്. സാറൊന്ന് ഉദ്ഘാടനം നടത്തി ഈ പരിപാടിയെ മുന്നോട്ട് നയിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു. ഈ വെബിനാറിൽ ഇന്ന് അധ്യക്ഷത വഹിക്കുന്ന ഫിലോസഫി വിഭാഗത്തിന്റെ തലവൻ ഡോക്ടർ ജിജോ പഞ്ഞിക്കാരൻ, ഈ വെബിനാറിന്റെ കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്ന ഫിലോസഫി വിഭാഗം അധ്യാപിക ഡോക്ടർ രേഖ, ഈ വെബിനാറിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഫിലോസഫി വിഭാഗം അധ്യാപികയായ ഡോക്ടർ സ്മിത ടി എം, നമ്മുടെ ഇന്നത്തെ വെബിനാറിന്റെ മുഖ്യ പ്രഭാഷക മദ്രാസ് ക്രിസ്ത്യൻ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറും ഫിലോസഫി വിഭാഗം അധ്യാപികയുമായ സുനിത വി, ഈ വെബിനാറിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മറ്റ് ഫാക്കൽറ്റി മെമ്പേഴ്സ്, വെബിനാറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഈ വെബിനാർ ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യാനായിട്ട് നമ്മോട് സംബന്ധിച്ചിരുന്നത് നമ്മുടെ കോളേജിന്റെ ബഹുമാന്യനായിട്ടുള്ള പ്രിൻസിപ്പാൾ മാത്യു ജോർജ് സാറായിരുന്നു. പക്ഷെ അദ്ദേഹം കോളേജിൽ നിന്ന് 5:30 മണിയോടുകൂടിയാണ് കോളേജിൽ നിന്ന് അദ്ദേഹം വീട്ടിലേക്ക് പുറപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വീട് ചേർത്തലയാണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അവിടെ എത്തിച്ചേരുന്ന സമയമാണ് ഇപ്പോൾ എന്നുള്ളത് ഓർക്കുമ്പോഴാണ് അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് നമ്മുടെ ഈ വെബിനാറിൽ അദ്ദേഹത്തിന് എത്തിച്ചേരാൻ കഴിയാതെ വരുന്നത് എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്തരം ഒരു സാഹചര്യത്തിൽ ഈ സെമിനാറിന് ആശംസ പറയുക എന്നുള്ള ഉത്തരവാദിത്വവുമായാണ് ഞാൻ ഈ വെബിനാറിൽ പങ്കെടുത്തത്. ആകസ്മികമായി ഇത്തരം ഒരു സാഹചര്യത്തിൽ ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ ഉള്ള ഉത്തരവാദിത്വം എന്നോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. സന്തോഷപൂർവ്വം തന്നെ ഈ വെബിനാർ സീരീസ് ഇവിടെ ഉദ്ഘാടനം ചെയ്തതായി ഔപചാരികതയുടെ പേരിൽ ഞാൻ അറിയിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇത്തരം ഒരു വെബിനാർ സീരീസ് മഹാരാജാസിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും കഴിഞ്ഞ കുറച്ച് നാളുകളായി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സീരീസ് ഇങ്ങനെ നമ്മൾ ആസൂത്രണം ചെയ്യുന്നത് IQAC മുന്നോട്ട് വെക്കുന്ന ചില പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ടാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, IQAC എന്ന് പറയുന്നത് നമ്മുടെ കോളേജിൽ മാത്രമല്ല, ഇന്ത്യയിലെ മുഴുവൻ കോളേജുകളിലും മുഴുവൻ സർവകലാശാലകളിലും പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ്. ഇത് UGCയുടെ മാർഗനിർദ്ദേശ തത്വങ്ങൾക്കനുസരിച്ച് ഈ രാജ്യത്തെ മുഴുവൻ കലാലയങ്ങളിലും പ്രവർത്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംവിധാനമാണ്. ഇന്റേണൽ ക്വാളിറ്റി അഷുറൻസ് സെൽ എന്നാണ് IQACയുടെ പൂർണ്ണ പേര്. എന്താണ് ഈ IQACയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം? IQACയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്
ക്യാമ്പസിലെ മുഴുവൻ അക്കാദമിക പ്രവർത്തനങ്ങളുടെയും ആധാരശില ഗുണനിലവാരം എന്ന ആശയത്തിൽ അധിഷ്ഠിതമായിരിക്കണം എന്നുള്ളതാണ് IQAC മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാട്. ഇത് നമ്മുടെ കോളേജിൽ നാം സ്വീകരിക്കുന്ന ഒരു നിലപാടല്ല, മറിച്ച് UGC അഖിലേന്ത്യാ തലത്തിൽ തന്നെ IQAC എന്ന് പറയുന്ന സംവിധാനത്തെ രൂപവൽക്കരിച്ചപ്പോൾ സ്വീകരിച്ചിട്ടുള്ള ഒരു ആശയമാണ്. ഗുണനിലവാരം എന്ന് പറയുന്നത് നമുക്ക് തന്നെ കേൾക്കുമ്പോൾ വേഗം മനസ്സിലാകുന്ന ഒരു ആശയമാണ് എങ്കിൽ കൂടി അതിനെ വളരെ സൂക്ഷ്മതയോടുകൂടി വളരെ കൃത്യതയോടുകൂടി നിർവചിക്കുക എന്ന് പറയുന്നത് വലിയ വൈഷമ്യം നിറഞ്ഞൊരു സംഗതിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിവുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഗുണനിലവാരത്തെ കുറിച്ച് നാം ആരോടൊക്കെ അഭിപ്രായം ചോദിച്ചാലും അവരെല്ലാം തന്നെ അവരവരുടെ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഗുണനിലവാരത്തിന് വ്യത്യസ്തമായ നിർവചനങ്ങൾ നൽകാറുള്ളത്. അത് തന്നെയാണ് ഈ ഗുണനിലവാരം എന്ന് പറയുന്ന ആശയം മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട വൈഷമ്യം. അതുകൊണ്ട് തന്നെ മഹാരാജാസിൽ നാം IQACയുടെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ആരംഭിക്കാൻ തീരുമാനിച്ചപ്പോൾ എന്താണ് ഗുണനിലവാരം എന്നത് വളരെ സൂക്ഷ്മതയോടും കൃത്യതയോടും നിർവചിക്കുക എന്നുള്ളതായിരുന്നു നാം ആദ്യം തന്നെ നേരിട്ട ഒരു പ്രശ്നം. വിശദമായ ചർച്ചകൾ നാം നടത്തി. വിവിധ റൗണ്ട് ചർച്ചകൾ അധ്യാപകരുമായും വിദ്യാർത്ഥികളുമായും വിദ്യാർത്ഥികളിലെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളുമായും നിരവധി പ്രാവശ്യം ചർച്ച ചെയ്തതിനു ശേഷം മഹാരാജാസിൽ ഗുണനിലവാരം എന്നത് നാം നിർവചിക്കുകയുണ്ടായി. നാം മഹാരാജാസിൽ ഗുണനിലവാരത്തിൽ നിർവചിച്ചിരിക്കുന്നത് പരിവർത്തനം എന്ന ആശയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ക്വാളിറ്റി ആസ് ട്രാൻസ്ഫോർമേഷൻ. in Maharajas we have defined quality as transformation. ഗുണനിലവാരം എന്നാൽ പരിവർത്തനം എന്നാണ് മഹാരാജാസിൽ നാം നിർവചിച്ചിരിക്കുന്നത്. ഈ പരിവർത്തനത്തിന് 2 തലങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ തലം എന്ന് പറയുന്നത് നിരന്തരമായി അക്കാദമികമായ അറിവിന്റെ വർദ്ധിപ്പിക്കലും അങ്ങനെ നാം വർദ്ധിപ്പിക്കുന്ന അറിവിനെ സാമൂഹിക പ്രശ്നങ്ങളുമായി ബന്ധിപ്പിച്ചുകൊണ്ട് നമ്മുടെ സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ മുന്നോട്ട് വെക്കുക. സമൂഹം നേരിടുന്ന പ്രശ്നങ്ങളെ കൂടുതൽ നന്നായി വ്യാഖ്യാനിക്കുകയും വിലയിരുത്തുകയും ചെയ്യുക. ഇതാണ് ഇതിന്റെ ഒന്നാമത്തെ തലം. കണ്ടിന്യൂസ് എൻഹാൻസ്മെന്റ് ഓഫ് തിയററ്റിക്കൽ അണ്ടർസ്റ്റാൻഡിംഗ് ആൻഡ് ഇറ്റ്സ് സോഷ്യൽ ഇംപ്ലിക്കേഷൻസ്. ആൻഡ് ദിസ് ബിക്കംസ് ദ ഫസ്റ്റ് ഡയമെൻഷൻ ഓഫ് ക്വാളിറ്റി ആസ് ട്രാൻസ്ഫോർമേഷൻ ഇൻ മഹാരാജാസ്. ഇതിനൊരു 2ാമത്തെ തലമുണ്ട്. ആ 2ാമത്തെ തലം എന്ന് പറയുന്നത് ഈ അക്കാദമിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള മുഴുവൻ വ്യക്തികളെയും തീരുമാനമെടുക്കൽ പ്രക്രിയയിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് സ്വന്തം ജീവിതത്തിൽ നടക്കുന്ന പരിവർത്തനത്തിന്റെ നിർണായകമായ ശക്തിയായി ഓരോ വ്യക്തിയെയും പരിവർത്തിപ്പിക്കുക. To make everyone be the masters of one's own transformation in the direction of progress. പുരോഗമനപരമായ പാതയിൽ സ്വന്തം ജീവിതത്തിൽ തീരുമാനമെടുക്കുന്ന പ്രക്രിയയിൽ അവനവനെ തന്നെ ശക്തിപ്പെടുത്തുക. അതുവഴി സ്വന്തം പരിവർത്തനത്തിന്റെ മുഖ്യ ഹേതുവായി അവനവനെ തന്നെ മാറ്റിയെടുക്കുക, ശക്തിപ്പെടുത്തുക. ഇതാണ് ഇതിന്റെ 2ാമത്തെ തലം. പലപ്പോഴും നാം പറയാറുള്ളത് പറയാൻ വളരെ എളുപ്പമാണ്, നമ്മുടെ മാറ്റത്തിന്റെ കാരണം നാം തന്നെയാണ്, നമുക്ക് പറയാൻ വളരെ എളുപ്പമാണ്. പലപ്പോഴും നമുക്ക് തന്നെ പറഞ്ഞു പോകണം, ഈ തീരുമാനം ഞാൻ എടുത്ത തീരുമാനമല്ല, വലിയ സമ്മർദ്ദങ്ങളുടെയും മറ്റുള്ളവരുടെയും ഒക്കെ താല്പര്യങ്ങൾ അനുസരിച്ച് എനിക്ക് എടുക്കേണ്ടി വന്ന തീരുമാനമാണ് ഞാൻ എന്റെ ജീവിതത്തിൽ എടുത്തിരിക്കുന്നത് എന്ന് നാം എല്ലാം തന്നെ പലപ്പോഴും പറയാറുണ്ട്. നമുക്ക് തന്നെ പശ്ചാത്താപം പലപ്പോഴും തോന്നാറുണ്ട്. ഈ തീരുമാനം ഞാൻ എടുത്ത തീരുമാനമല്ല, എനിക്ക് യോജിക്കുന്ന തീരുമാനമാണ്. With respect to that first dimension, the continuous enhancement of theoretical understanding and application. We have decided to in relevant topics in the disciplinary area, and as a part of that, the philosophy department also came with this webinar series. ഇതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ വെബിനാർ സീരീസ് ഇവിടെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വെബിനാർ സീരീസിൽ ഇത് ഉദ്ഘാടനം ചെയ്യേണ്ടത് നമ്മുടെ ബഹുമാനായിട്ടുള്ള പ്രിൻസിപ്പാൾ ആയിരുന്നു. അദ്ദേഹം യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വീട്ടിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം അവിടെ എത്തിച്ചേർന്നിട്ടില്ലാത്ത സാഹചര്യത്തിൽ ഈ വെബിനാർ ഉദ്ഘാടനം ചെയ്യാനുള്ള ഒരു അവസരം ഒരുക്കി തന്ന ഫിലോസഫി ഡിപ്പാർട്ട്മെന്റിലെ ബഹുമാനപ്പെട്ട അധ്യാപകർക്ക് നന്ദി പറഞ്ഞുകൊണ്ട്
ഈ നടക്കാൻ പോകുന്ന വെബിനാർ ലെക്ചറുകളാണ് ഫിലോസഫി വിഭാഗം പ്ലാൻ ചെയ്തത്. അതിനെല്ലാം തന്നെ എല്ലാവിധ ആശംസകൾ ഐക്യവേസിക്ക് വേണ്ടി അറിയിച്ചു ഉദ്ഘാടനം ചെയ്തതായി പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു സന്തോഷ് സാർ, താങ്ക് യു വെരി മച്ച്. ഞങ്ങളുടെ ഈ ഒരു ചെറിയ സമയത്തിലെ റിക്വസ്റ്റിൽ സാർ ഇത്രയും എന്താ പറയുക വാല്യൂബിൾ ആയ IQAC എന്തിനാണെന്നുള്ളതും ഞങ്ങൾ പരിവർത്തനപ്പെടുന്നതിന്റെ ആവശ്യകതയും ഇത്ര മനോഹരമായി പറഞ്ഞു തന്നതിന് നന്ദി സാർ. ഇനി നമുക്ക് ഇന്നത്തെ കാര്യപരിപാടിയിലേക്ക് കിടക്കാം. നമ്മുടെ വെബിനാർ സീരീസിലെ ആദ്യത്തെ ടോക്കായിട്ടുള്ള ഇന്നത്തെ വെബിനാർ പ്രസന്റേഷന് വേണ്ടി എത്രയും സ്നേഹത്തോടു കൂടി സുനിത ടീച്ചറെ ക്ഷണിക്കുകയാണ്. സുനിത ടീച്ചർ പ്ലീസ്. Good evening to one and all. First of all, I extend my sincere thanks to Dr. Jichu, the head, and the faculty members, Department of Philosophy, Maharaja's College, for inviting me in this series on philosophical themes and perspectives. I will be speaking on the topic entitled Plurality of Reason, Freedom from the Self-Imposed Tutelage. This terminologies I used in this title as I borrowed from Michel Foucault and Immanuel Kant. What is the rationale for this topic? Many recent development in our public sphere made me to revisit the epistemological development in the Enlightenment period and how it advocated different new ideas and perspectives based on reason. As we all know, Enlightenment ideas were developed in the late 17th century, where a group of philosophers, scientists, and thinkers advocated new ideas based on reason. When we trace the history of Enlightenment, we would see the decline on the power of absolute monarchies of the church and rise of modern political ideologies such as liberalism, republicanism, and greater interdependency of thought. The new reason-based order instituting the Enlightenment ideas of liberty and equality. The Enlightenment ideas were influential forces behind many revolutions, more specifically American and French Revolution. The rise of new science progressively undermines not only the geocentric conception of cosmos, but also the set of presupposition that had served to constrain and guide philosophical inquiry in the earlier times. Enlightenment is not a historical period, but the process of social and psychological development around to, and does not have any certain end or time or place as well. Psychological development around to time or place. Enlightenment philosophers from across the geographical and temporal spectrum tend to serve as an authoritative guide and practical life. This confidence is generally paid with suspicion and hostility by other forms of carriers of authority, such as tradition and superstition, prejudice or myth, etc. Kerala is a state which adopted progressive scientific perspective of the social
and political order of the Enlightenment through the social and political reformative movements. The state had achieved somewhat an egalitarian society. What happened to that? I'm not going to speak or give a lecture on Kerala and that impact on or Kerala and enlightenment issue, enlightenment. Rather, I will be discussing the ideas of reason in two Enlightenment thinkers, namely Descartes and Immanuel Kant. And later, through these philosophers, Descartes and Kant, I examine the works of Michel Foucault, who rejected Enlightenment project. I will also be discussing Foucault's relation to modernity and Enlightenment, especially his insights into Kant's notion of enlightenment. I will focus specifically on his work and on the aesthetics of the self, an issue that has received surprisingly little attention so far, even among aestheticians. I will argue, for example, that his later writings on aesthetics do not simply reject Enlightenment values, or rather revoke some of the central categories such as the interrelated notions of the self, autonomy, and emancipation. In order to understand Foucault's influence on Descartes, and let me start with Descartes' philosophy of rationalist system, which is one of the pillars on Enlightenment idea rest. Philosophy has always been interested in perception or vision as a source of knowledge. Francis Bacon, an English empiricist philosopher and a scientist who introduced scientific method and methodological scientific inquiry in scientific phenomena. Knowledge is possible only through presuppositionless observation, according to Francis Bacon. Descartes finds God and the immaterial soul are better known to the basis of intellectual eye or reason than phenomenal eye or observation. Descartes' investigation establishes the important epistemological problem of the Enlightenment and modernity, the problem of objectivity in knowledge through perception or visible. Let me take one quotation from René Descartes. In his second meditation, 12th paragraph, I quote, "When looking from the window, saying, I see men who passes in the street. I really do not see them, but infer that what I see is men. And yet, what to do? I see from the window, but hats and coats which may cover automatic machines. Yes, I judge these to be men." Unquote. When I look at the street through my window, we see men passing through the street, but from distance, our eyes see only coats and hats. This is an invitation to look through the Cartesian window and see what actually see when we see without eyes, but through reason. If I were to walk down to the street
and look at those moving coats and hats from close quarters, it might turn out that there were no men under them, but only robots. Here, according to Descartes, we are using the word seeing in a different sense. I should have said, I judge these moving figures to be men. Instead, when I look out into the street, I see men. So judging is seeing, but of a different kind. When I judge, I see with my mind's eye. The objects of my judgment, men are visible only to my mind's eye and invisible to my physical eyes. Descartes establishes unique relationship between seeing, thinking, and saying. Thinking and saying. We cannot be certain about what we see with our eyes. Seeing with eyes, that is sensible seeing, is distinguished from seeing with mind's eye, intelligible seeing. At the level of sensible seeing, there is no match between saying and seeing. What matters in what we see is visible only in the mind's eye. At the level of intelligible seeing, we can say what we see. He has given another wonderful example in same meditation, second meditation. Descartes has given another wonderful example as he gave, that is the size of the sun. What matters it? What we see. He gave another example. What I want to say is what he has given another example to substantiate the argument. Seeing is the thought of seeing. He quotes, I seems to have two ideas of the sun, one caused by sensation and the other caused by reason. According to former, the sun is very small, and the later, according to the later, which is derived from an astronomical calculations, shows that the sun is very big. Only the mind's eye can see the sun. Therefore, what matters in seeing is the thought of say. Matters in saying is the thought of saying. The eye hardly sees anything. Even if I were blind, I would see with my mind those men walking in the street and sun burning in the sky. Therefore, rational vision is like the vision of blind man. And let me analyze how the Michel Foucault revisiting Descartes' rationalist system. Here we can see how Descartes provided a foundation. The previous slide, what I shown, provided a foundation for our knowing through reason. Reason or intelligible eye as the source of our knowledge. Being a postmodern thinker, Michel Foucault rejected all foundations, all grand narratives. When you look at Michel Foucault's period, after 3 centuries after René Descartes, Michel Foucault rips open the scene of Cartesian representation.
he would choose to analyze a painting like Les Meninas instead of a philosophical work by Descartes or any of his critics. Les Meninas is a painting by Velázquez, who is a Spanish artist in the court of Philip IV. This artwork was a model. His artwork was a model for the realist and impressionist painters. When you look at Michel Foucault's work, the order of things, an archaeology of the human sciences, the first chapter of the book, he has this picture, this painting of Les Meninas. And he analyzes, later pages, he analyzes this painting. And another work, this is not pipe. Here, Foucault analyzes the treachery of images by Magritte. Magritte is again a Belgian surrealist painter. We can see that both these works, he is emphasizing on Descartes' representation of representation. See, he says that, unfortunately, I could not bring that painting into the slide because I'm not able to do that. See, when you look at this, the painting, the images in the mirror are that of King Philip and his wife, Mariana. We can make, he claims that Velázquez depicts the scene of Cartesian representation. And also Foucault claims that it is not a representation, it's a representation of representation. And when you look at the painting, the images in the mirror are that of, as I said, King Philip and Mariana. We can make three presuppositions or invisibles out of this painting. The cause of the image in the mirror could be the king and the queen sitting in front of the artist as models. And it is, secondly, it is due to reflections. It is due to reflections of the picture the painter has already painted in the canvas, which stands on the left. With its back towards us. Thirdly, as well-known philosopher of mind, Searle argues that the picture in the canvas is identical to the one sitting in front of us. How do we name these images? Is it possible to attach meaning to these objects by pointing out an object or a phenomena in sense experience, or it is going beyond that? But according to Foucault, this is based on a representation. So what I mean is only the mind perceives only mental images of the material subject. In order to understand, another example, I made another picture painting. This is pipe. Another painting by Magritte, and this is pipe. He was, Foucault was referring that when Magritte, according to Magritte, we tend to confuse
hidden with the invisible, which in turn is mystified. Resemblances exist between visible things. Visible things hide other visible things. The invisible hides nothing. When we tend to forget that, we try to mystify the invisible. For Descartes, mind is something hidden beneath the hats and coats and behind the face. Magritte questions the Cartesian myth. For him, the face is at once a mirror and the mask of the mind. He brings out the distinction between mind and body and between the face and the mask. Looking out the Cartesian window, when Foucault concludes that two suns, when we are talking about two suns, a small circle in the eye and the gigantic in the mind, which we brought together within the matter of representation. Therefore, he claims that claims that the invisible is more of seeing or seeing more. The invisible is not a de facto invisible, something is temporarily hidden from our eyes. It is not something which will be expressed and brought to vision in another world. It is not the absence of the possible. It is not a vision which is elsewhere. It is in principle invisible. It is not the absence of the possible. It is not a vision which is absolutely vision elsewhere. It is in principle invisible. And the visible itself has an invisible inner framework. The invisible is not invisible, it is invisible. Foucault considered this painting as a conceptual framework painting as a conceptual practices. It is philosophers' duty to problematize and propose concepts which will provide innovations in painting and vice versa. And he again claims that the entire picture in looking out at a scene for which which itself is a scene. Velasquez depicts the scene of Cartesian representation, that is, mind perceives only mental images of material objects. And let me analyze how Foucault reworked the establishment ideas of Immanuel Kant. Kant indicates that the way out characteristics of enlightenment is a process that releases us from a state of tutelage or immaturity, Unmündigkeit. By tutelage, he means a state of mind that makes us accept someone else's authority. According to Kant, individuals usually remain in tutelage because they are idle and suffer from a lack of courage. With these critical notions in mind,
Kant formulates his famous definition of enlightenment. Enlightenment is a man's release from his self-incurred tutelage. Tutelage is man's inability to make use of his reason without direction from another. This tutelage causes or lies not in the lack of they have a this tutelage is a state of mind which accepts one's authority. It is not due to lack of understanding, but the lack of courage to use one's own reason. And he said, have courage to use your own reason. That should be the motto of enlightenment. That is the motto of enlightenment. For Kant, it is only through the legitimate use of reason that individual autonomy can be assured. In this sense, Foucault claims the Enlightenment is the age of critique. With this idea in mind, in his later writings, Foucault retains from Enlightenment thinking exactly the notion of the subject's rational autonomy and places it at the heart of his theory of aesthetics of the self. Just like Immanuel Kant, he considers this notion essential to the individual's ability to exercise critical judgment free from dominant beliefs, norms, and desires. Secondly, unlike Immanuel Kant, Foucault sees enlightenment as the exist of man's self-imposed tutelage. Foucault stresses that we must acknowledge that the process of enlightenment is just one more discursive paradigm. That is the essential, that is he says that we shouldn't orient the process of analysis toward the essential kernel of rationality, but on the contrary, you should move towards critical thinking, and we should be directed towards the contemporary limits of necessary, that is, towards the rational autonomy. The individual subject's rational autonomy exists in multiple and historically specific forms of rationality. Far from it, for as he saw it, there exists multiple and historically specific form of rationality, due to which reason can never discover its essence or founding act, but only different modifications in which rationalities engender one another, oppose and pursue one another. This plurality of reason does not necessarily mean that individuals may not use their reason to criticize other rational practices in public. In other words, by pluralizing reason, Foucault is not arguing that anything goes of firebrand. For him, the pluralization of reason and critique is rather
a necessary moment in the formation of individual autonomy, but such critique cannot be grounded on universal common reason like Immanuel Kant, because this would ignore individual differences as well as the elements of rational disintegration within the subject itself and within reason. So the main problem of enlightenment thought for Foucault is not so much in preserving the primacy of reason like Immanuel Kant, or rather in their attempt to react one's historical situation in critical and creative manner. Like Kant, Foucault, who claims that we must engage in a constant critique of the world around us and among ourselves, that will lead to attainment of or the stage of existence and individual autonomy. That will lead to a concrete possible transformation of the society. What was lacking in our society is the kind of critical engagement of the values and ideas gained from Enlightenment movement, which were paired with suspicion and hostility by the other forms of carriers of authority, such as tradition or any other forms of authority. Thank you. Thank you, Sunitha teacher. Thank you very much. ടീച്ചറിന്റെ വളരെ അക്കാദമിക് ആയിട്ടുള്ള പ്രസന്റേഷൻ എല്ലാവരും എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇനിയുള്ള സമയം നമുക്ക് ഡിസ്കഷനുള്ള സമയമാണ്. അപ്പോൾ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഡയസിലുള്ളവർക്ക് ചോദിക്കാം. പിന്നെ നമ്മുടെ കമൻസ്, പുറത്തുനിന്നുള്ള കമൻസ് ഉണ്ടെങ്കിൽ നമ്മൾ സ്ക്രീൻ ചെയ്ത് ടീച്ചറിന് അവൈലബിൾ ആയിരിക്കും, കാണാം. അപ്പോൾ ഇവിടെ ലൈവ് പ്ലാറ്റ്ഫോമിലുള്ളവർക്ക് ആദ്യം ലൈവായിട്ട് തന്നെ ചോദിക്കാം, അതല്ലേ നല്ലത്. അതിനുശേഷം നമുക്ക് ലൈവ് സ്ട്രീമിലുള്ള കമൻസ് നോക്കാം. പേപ്പർ ഈസ് ഓപ്പൺ ഫോർ ഡിസ്കഷൻ. ഇതെനിക്ക് പറ്റുന്നില്ലല്ലോ. കേൾക്കാമോ? കേൾക്കാം. ടീച്ചർ വളരെ ക്ലാരിറ്റിയോട് കൂടിയിട്ട് കാന്റിന്റെ കൺസെപ്റ്റ് സെൽഫ് എൻവിസേജ്ഡ് ട്യൂട്ടലേജ് അതിനെ സംബന്ധിച്ച് വളരെ ക്ലാരിറ്റിയോട് കൂടിയിട്ട് കാന്റിന്റെ പക്ഷത്ത് നിന്ന് സംസാരിച്ചു എന്നുള്ളത് വലിയൊരു കാര്യം തന്നെ. അത് കാന്റിന്റെ ഒരു കൺസെപ്റ്റ് തന്നെ. പക്ഷെ കാന്റിനെ സംബന്ധിച്ചിടത്തോളം കാന്റി സെൽഫ് എൻവിസേജ്ഡ് ട്യൂട്ടലേജ് എന്ന് പറയുന്ന കൺസെപ്റ്റ് മുന്നോട്ട് വെച്ചിട്ട് ഈ മനുഷ്യനെ മറ്റു ഒരു രീതിയിലും ചിന്തിക്കാൻ പ്രേരിപ്പിക്കാത്ത രീതിയിലേക്ക് അദ്ദേഹത്തിന്റെ ചിന്തയെ വളർത്തി എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടുള്ള ഒരു കാര്യം. കാരണം കാന്റ് ബുദ്ധിയുള്ളവരെ മാത്രമല്ല, നീരോയെ പോലും കാന്റ് മനുഷ്യനായി കണ്ടില്ല എന്നുള്ളതാണ് എന്റെ റീഡിങ്ങിൽ നിന്നും കാന്റിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്.
അതിന്റെ കാരണം ഞാൻ പറഞ്ഞത് മലയാളത്തിൽ തന്നെ പറയാം ഞാൻ. ക്യാൻഡ് ശങ്കരനെ പോലെ ഒരു ഓക്കെ ഓക്കെ ഞാൻ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ പറയാം. ക്യാൻഡ് ശങ്കരനെ പോലെ തന്നെ ശങ്കര ഫിലോസഫി വാസ് ആൻ ഇന്റലക്ച്വൽ എക്സസൈസ്, ഒരു ഇന്റലക്ച്വൽ എക്സസൈസ് ആയിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം. കാരണം ഇപ്പൊ നമ്മൾ whenever we talk about Maya or Brahman, കേൾക്കുന്നില്ല സാർ? ഹലോ 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 രേഖ സാറ് ബാക്ക് സ്റ്റേജിലേക്ക് പോയോ? കേൾക്കുന്നില്ല കേട്ടോ സാർ, ഒന്ന് പറയുന്നത് കേൾക്കുന്നില്ല. അതെ, ഡിസ്കണക്ട് പോയി. ഞാൻ കണ്ടിന്യൂ ചെയ്യട്ടെ അപ്പോ? ഹലോ, ഞാൻ പറയാൻ പോണുള്ളൂ കാരണം ഇത് ഓക്കെ 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 ഞാൻ ഒന്നും കൂടി ഒന്ന് പറഞ്ഞു നിർത്തിയിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയ വളരെ ഉപകാരം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഒരു ഇന്റലക്ച്വൽ തലത്തിൽ നിന്ന് മാത്രമേ ഇത്തരത്തിലുള്ളൊരു ചിന്താഗതി, ഞാനൊരു കോൺക്രീറ്റ്നെസ് ഇല്ല എന്ന് പറഞ്ഞത് കാരണം we cannot understand the real depth of the philosophy of Shankara. നമുക്കത് we cannot understand. നമുക്കത് അദ്ദേഹം whatever നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നീ ഒരു ബുദ്ധിയില്ലാത്തവനാണ് എന്നും ഉള്ള രീതിയിലുള്ള ഒരു റിപ്ലൈ ആണ് ഈ നേത്തി നേത്തി യതി യതി എന്ന് പറയുന്ന ഒരു വാക്ക് എന്നുള്ളത് കൊണ്ട് ഞാൻ അർത്ഥമാക്കിയിട്ടുള്ളത്. അത്തരത്തിലുള്ള ഒരു ഇന്റലക്ച്വൽ എക്സസൈസ്, ഞാനൊരു ഡിസ്കോഴ്സ് എന്ന് പോലും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഒരു ഇന്റലക്ച്വൽ എക്സസൈസ് ആണ് പലപ്പോഴും ക്യാൻഡ് മുന്നോട്ട് വെച്ചത് എന്നുള്ളൊരു തോന്നല് എനിക്കുണ്ടായിട്ടത്. ഞാനൊരു വിദ്യാർത്ഥി എന്ന നിലയിലായിരിക്കും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ ആ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം ആദ്യം ഈ സെൽഫ് യു ആർ ഇൻ സെൽഫ് എൻവിസേജ്ഡ് ട്യൂട്ടലേജ് ഒരു കാറ്റഗോറിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ്. നിങ്ങൾ അടിമത്തത്തിൽ, സ്വയം പ്രഖ്യാപിച്ച അടിമത്തത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. പക്ഷേ പിന്നീട് വരുമ്പോ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കാര്യം അടിമത്തത്തിന് വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു ചിന്താഗതിയായിട്ടാണ് അദ്ദേഹത്തിന്റെ പിന്നീടുള്ള അദ്ദേഹത്തിന്റെ വർക്ക് പലപ്പോഴും മുന്നോട്ട് പോയിട്ടുള്ളത് എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. ഞാൻ അതിനോട് യോജിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ടൈറ്റിൽ നിങ്ങൾക്ക് നോക്കിയാൽ എൻ്റെ മലയാളം അത്ര നല്ലതല്ല, എന്നാലും ഞാൻ അത് അങ്ങനെ സംസാരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് മലയാളത്തിൽ എഴുതി തുടങ്ങിയിട്ട് നിർത്തിയത് ആളാണ് ഞാൻ. എൻ്റെ ഇംഗ്ലീഷ് ഭയങ്കര കേമൊന്നും അല്ലെങ്കിൽ പോലും മോർ കംഫർട്ടബിൾ വിത്ത് ദിസ് ലാംഗ്വേജ്. അപ്പം നോക്കുകയാണെങ്കിൽ പ്ലൂറാലിറ്റി ഓഫ് റീസൺ എന്നാണ് എൻ്റെ ടൈറ്റിലിന്റെ പേര്. It freedom from the self-imposed tutelage. Absolutely you are right. എന്നുവെച്ചാൽ ഞാൻ ഒരു കാറ്റഗോറിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണത്. പക്ഷെ പ്ലൂറാലിറ്റി ഓഫ് റീസൺ അവിടെ എടുത്തേക്കുന്നത് ഒരു കാൻഡിനെ പോലെ ഒരു അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു ഫ്രീഡവും അതുപോലെ ഒരു നമുക്ക് ഒരു ബെറ്റർമെന്റ് ഓഫ് ദ ഇൻഡിവിജ്വൽ എന്നുള്ള അങ്ങനെ ഒരു ഇതല്ല ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഐ വെരി സീരിയസ്ലി പ്രൊമോട്ട് മിഷേൽ ഫൂക്കോ. വാട്ട് ഐ മെൻഷൻഡ് ഇസ് എല്ലാ ചിന്താധാരകളും എല്ലാ വ്യക്തികളുടെയും ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ എല്ലാവരുടെയും ഒരു ഐഡിയോളജിക്കൽ പൊസിഷൻസും എല്ലാം അഡ്രസ് ചെയ്യപ്പെടേണ്ടതുകൊണ്ട് അക്നോളജ് ചെയ്യപ്പെടേണ്ടതുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു കാന്റിയൻ കാറ്റഗോറിക്കൽ, അപ്പൊ ഞാൻ ലേറ്റസ്റ്റ് ഐഡിയകളിൽ ഞാൻ പറഞ്ഞതുപോലെ ഒരു ക്രിട്ടിക് ഓഫ് കോണ്ടെക്സ്റ്റ്. ഒരു ഇതും കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. പിന്നെ ശങ്കരയുടെ കാര്യം ഞാൻ ഒരിക്കലും തന്നെ, എനിക്ക് എപ്പോഴും
ഒരു വെസ്റ്റേൺ കോൺസെപ്റ്റ്സ് ഇന്ത്യൻ ഇതിൽ അഡോപ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഭയങ്കര സൂയിസൈഡൽ ആയിട്ടാണ് ഞാൻ എപ്പോഴും കാണുക. അത് എപ്പോഴും നമുക്ക് കോണ്ടെക്സ്റ്റലൈസ് ചെയ്യാം, പക്ഷെ എനിക്ക് ശങ്കരനെ പറഞ്ഞത് ഇങ്ങനെയാണ്, ശങ്കരനെ പോലെ എന്നാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ പറയാൻ വേണ്ടി പറഞ്ഞതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശങ്കരനെ പോലെ ഒരു ഇന്റലക്ച്വൽ ലെവലിൽ നിന്നുകൊണ്ട് മാത്രമാണ് കാന്റ് ഈ കാര്യങ്ങളെ കണ്ടിട്ടുള്ളതെന്നാണ് പറഞ്ഞത്. ഞാൻ ബാക്കി പറയൂ, ഞാൻ എന്നിട്ട് ബാക്കി പറയാം. ഹലോ, അല്ല, ഞാനത് മനസ്സിലാക്കിയത് accommodation. We have to accommodate others. So accommodation is more in the philosophy of Foucault. അതെനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് കേട്ടോ. അത് മാത്രമല്ല, ഫൂക്കോയിന് മാത്രമല്ല, ഈ പോസ്റ്റ് മോഡേൺ ടെൻഡൻസി, പോസ്റ്റ് മോഡേൺ ടെൻഡൻസിയിൽ അക്കോമഡേഷൻ ഈസ് മോർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ there is a holistic approach. ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ അത് ക്യാൻറ്റീൻ നിർഭാഗ്യവശാൽ ക്യാൻറ്റീനും ഞാൻ ഇവിടുത്തെ ആർഗ്യുമെന്റ് ഒരു പാരലായിട്ട് ഞാൻ ഇന്ത്യൻ കോണ്ടെക്സ്റ്റില് ഒരു ഇന്റലക്ച്വൽ എക്സസൈസിൽ പങ്കെടുത്ത വ്യക്തി ശങ്കരൻ അല്ല, ഞാൻ ഈ വാദത്തിലേക്കല്ല പോയത്. അപ്പൊ അത് കാണാൻ സാധിച്ചിട്ടില്ല. പക്ഷെ ഈ പറയുന്ന ഫൂക്കോയുടെ കാര്യത്തിലായാലും അല്ലെങ്കിൽ ഒരു പോസ്റ്റ് മോഡേൺ ടെൻഡൻസിയിലായാലും ഈ അക്കോമഡേഷൻ ഈസ് മോർ. അക്കോമഡേഷൻ ഉണ്ട്, പക്ഷെ ഞാൻ എവരും ഫൂക്കോ പറയുന്നതും അദ്ദേഹം ഫൗണ്ടേഷനിലൊന്നും വിശ്വസിക്കുന്നില്ല. ഇങ്ങനെ പലതും അക്നോളജ് ചെയ്യണം. ആർക്കിയോളജി ഓഫ് നോളജ് അല്ലെങ്കിൽ ജനോളജി ഓഫ് നോളജ് പറയുമ്പോഴും അതും ഒരു ഫൗണ്ടേഷനിലാണല്ലോ ചെന്ന് നിൽക്കുന്നത്. അത് റെപ്രസെന്റേഷൻ എന്നുള്ള ഫൗണ്ടേഷനിലാണല്ലോ പോയി നിൽക്കുന്നത്. അവിടെയാണ് ഞാൻ കാന്റിയുമായിട്ട് റിലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. Even though they claim that they don't believe in grand narratives or any foundations, but again, they fall into another foundation. Hello? ഹലോ. അപ്പൊ ടീച്ചറെ, ഞാനൊരു സംശയം ചോദിക്കട്ടെ? സാർ ചിന്തിച്ചിട്ട് വരട്ടെ. അപ്പം നമ്മളിപ്പോ ടീച്ചർ പറഞ്ഞു ഫൂക്കോയുടെ ഒരു എന്താ പറയുക ഡികൺസ്ട്രക്ഷൻ ഓഫ് ദ ഗ്രാൻഡ് നറേറ്റീവ്സ്. അപ്പൊ അവര് ഫൗണ്ടേഷനെ ഭേദിച്ചുകൊണ്ടും ആ ഒരു കൺസെപ്റ്റിനെ ഓറിയന്റ് ചെയ്യുമ്പോൾ ഒരു ഫൗണ്ടേഷനിലേക്ക് എത്തുന്നു എന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ ടീച്ചർ അതേ പോയിന്റിൽ നിന്നുകൊണ്ട് തന്നെ യു ട്രൈ ടു criticize the notion of Feyerabend, anything goes. അപ്പം എനിത്തിങ് ഗോസ് അല്ല ഫൂക്കോ, അതുകൊണ്ട് ഫൗണ്ടേഷനിലേക്ക് പോകുന്നു എന്നാണോ ടീച്ചർ ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ എനിത്തിങ് ഗോസ് എന്ന് പറയുന്ന ഒരു വ്യൂ പോയിന്റ്, അല്ലെങ്കിൽ ദാറ്റ് ഈസ് ബെറ്റർ ഓർ നത്തിങ് യൂസ് ഫോർ ഫിലോസഫി എന്നാണോ? വാട്ട് ഈസ് യുവർ പൊസിഷൻ? ഈ ഇൻവിസിബിളിനെ ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. സീയിങ് ഇൻവിസിബിളിനെ ആണ്. ഇൻവിസിബിൾ ആകുമ്പോഴത്തേക്ക് അത് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുന്നത് മാത്രമല്ല, അതിന് അപ്പുറത്തേക്കും പോകുന്നു എന്നാണ്. അത് നമ്മുടെ ഇന്റലക്ച്വൽ ഐയിലൂടെ കാണുന്നതാണ്. അതാണ് ആദ്യത്തെ പാർട്ട് ഡേക്കാർട്ടിനെയും ഫൂക്കോയെയും കൊണ്ട് കണക്ട് ചെയ്യുന്ന പാർട്ട് അതാണ്. അപ്പൊ അതിലോട്ട് അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഒരു സയന്റിഫിക് ഒബ്സർവേഷൻ നടക്കും, സയന്റിഫിക് ഒരു അനാലിസിസ് നടക്കും. സയന്റിഫിക് അനാലിസിസ് നടക്കുമ്പോഴത്തേക്ക് ഫയറബിനെ കൊണ്ടുവരുമ്പോഴാണ് അങ്ങനെ പറയാൻ പറ്റുന്നത്. അപ്പോൾ ഒരു എപ്പിസ്റ്റമിക് റിലേറ്റിവിസം ഓഫ് Feyerabend or Thomas Kuhn or any other Quine or these philosophers. അപ്പൊ അവര് പറയുന്നത് നമ്മൾക്കിപ്പോ ഒബ്സർവബിൾസും മെറ്റാഫിസിക്സും തമ്മിലുള്ള വ്യത്യാസമാണ് ഇവിടെ മനസ്സിലാക്കാനുള്ളത്. മെറ്റാഫിസിക്സും അൺഒബ്സർവബിൾസും ഇൻവിസിബിളും തമ്മിലുള്ള വ്യത്യാസമാണ് ഇവിടെ മനസ്സിലാക്കാനുള്ളത്. പിന്നെ ഇവിടെ സ്മിത ചോദിച്ച ക്വസ്റ്റ്യൻ അല്ല ഞാനിപ്പോ മറുപടി പറഞ്ഞത്. സ്മിത ചോദിച്ചത് എനിത്തിങ് ഗോസ് എന്ന് പറയുന്നതിന് എന്താ, ഒന്നുകൂടെ പറയൂ. അത് എനിത്തിങ് ഗോസ്, ഫെയറബെൻഡ് എനിത്തിങ് ഗോസ് അല്ല, പക്ഷേ ഒന്നുകൂടെ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ചോദിക്കാവോ?
ഹലോ, കേൾക്കുന്നില്ല. ഫൂക്കോയുടെ പോസ്റ്റ് മോഡേണിസ്റ്റ് പൊസിഷൻ വീണ്ടും ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്ക് തന്നെ എത്തുന്നു എന്നാണ് ടീച്ചറിന്റെ വാദം. എന്നിട്ട് അതോടൊപ്പം തന്നെ പറയുന്നു ഫെയർബാണ്ടിന്റെ എനിത്തിങ് ഗോസ് എന്ന് പറയുന്ന പൊസിഷൻ നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല, അല്ലെ? എനിക്ക് തോന്നുന്നു അങ്ങനെയാണ്. അങ്ങനെ പറഞ്ഞ വാട്ട് ഐ മെൻസ്, ഞാൻ ഇവിടെ ആൻസർ ചെയ്തിട്ട് പിന്നെ ബാക്കിലോട്ട് പോകാം. വാട്ട് ഐ മെൻസ് അങ്ങനെ പറയുന്നുണ്ട്, നമ്മളുടെ പ്രസന്റ് ഹിസ്റ്ററി ലഭിക്കുന്ന സാഹചര്യത്തിന്, ചരിത്രത്തിന് ക്രിട്ടിക്കലി ലുക്കിംഗ് അറ്റ് യു ഹാവ്. അപ്പം നിറയെ ഓരോരുത്തരും നോക്കുന്ന ഓരോ രീതിയിലായിരിക്കും നോക്കിക്കാണുക. പല ഐഡിയോളജിക്കൽ പൊസിഷൻസ് നിന്നുകൊണ്ടായിരിക്കും നിങ്ങൾ നോക്കിക്കാണുക. അതെല്ലാം റെസ്പെക്ട് ചെയ്യുന്ന ഒന്നാണ്. അപ്പോ എനിത്തിങ് എല്ലാം എന്ന് പറയുമ്പോഴും വാട്ട് ഐ മീൻ ഇസ് നോട്ട് എനിത്തിങ് ലൈക്ക് എനിത്തിങ് ഗോസ് ഓഫ് ഫെയർബാൻഡ്. That is again the scientific. It has to understand in the scientific realm. That's what I mean. Okay, Smita. I identify that ഫെയർബാൻഡ് ഒരു എപ്പിസ്റ്റമോളജിക്കൽ അനാർക്കിസം ആണ് ഫെയർബാൻഡ് ചൂണ്ടിക്കാണിക്കണമെങ്കിലും it always related to our സൊസൈറ്റിയുടെ ഒരു റിഫ്ലക്ഷൻ അല്ലെങ്കിൽ സൊസൈറ്റിയുടെ ഒരു എപ്പിസ്റ്റമോളജിക്കൽ പൊസിഷൻ തന്നെയാണ് സയൻസ്. കാരണം കുഞ്ഞിനെ സംബന്ധിച്ചോളം, ഫെയർബാൻഡിനെ സംബന്ധിച്ചിടത്തോളം സയൻസ് ഇസ് നോട്ട് അറ്റ് ഓൾ ഡിഫറെന്റ് ഫ്രം അവർ സൊസൈറ്റി. അതുകൊണ്ട് ഫെയർബാൻഡിനെ നമ്മളൊരു എപ്പിസ്റ്റമോളജിക്കൽ അനാർക്കിസ്റ്റ് എന്ന് പറയുന്ന ഒരു രീതിയിൽ മാത്രം നിന്ന് വായിക്കാൻ സാധ്യമല്ല എന്നാണ് എൻ്റെ ഒരു മനസ്സിലാക്കൽ. Okay. I will, I may go into the other direction of, Hilary Putnam and all, not in the, Feyerabend epistemic relativism. Scientific realism, I will always look at it. Okay, teacher. Any questions? ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യൂ. പിന്നെ നമ്മുടെ സ്ക്രീനിലുള്ള ക്വസ്റ്റ്യൻസും ഷെയർ ചെയ്യാം വേഗത്തിൽ. My students are here. ഇതൊരു വർക്കിംഗ് പേപ്പറാണ്, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനമാണ്. അതുകൊണ്ടാണ് കുറച്ച് നാളായിട്ട് എൻലൈറ്റൻമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പേപ്പറാണ്. അപ്പൊ എനിക്ക് ഇൻപുട്സ് കിട്ടിയാൽ നല്ലതായിരിക്കും തോന്നുന്നു. ഹലോ രേഖ, കമന്റ് ബോക്സിൽ സ്റ്റുഡൻസ് ചാറ്റിൽ ഉണ്ടെങ്കിൽ ചോദ്യങ്ങളുണ്ടെങ്കിൽ ഫോർവേഡ് ചെയ്യൂ. ചോദ്യങ്ങളൊന്നും കാണുന്നില്ല ഇവിടെ. അപ്പൊ നമ്മള് ഈ സെക്ഷൻ ഡോക്ടർ ജിജോ പറഞ്ഞതുപോലെ ഞാൻ വളരെ മലയാളത്തിൽ പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഇതായിരിക്കും എന്ന് തോന്നുന്നു കുട്ടികൾക്ക് ഫസ്റ്റ് BA. പക്ഷെ എനിക്ക് ആ ഭാഷ ശരിയാവില്ല, എന്താ പറയാ. ഞാൻ എഴുതി തുടങ്ങിയതാണ്, പക്ഷെ ഇറ്റ്സ് നോട്ട് പറ്റുന്നില്ല. ഓക്കെ, നമ്മളിവിടെ കമന്റ് സെക്ഷനിൽ ക്വസ്റ്റ്യൻസ് ഒന്നും കാണുന്നില്ല. അപ്പൊ ഞാൻ നോബൽ സാറിനെ വോട്ട് ഓഫ് താങ്ക്സിന് ക്ഷണിക്കുകയാണ്. ഓക്കെ കേൾക്കാം സാർ. കേൾക്കാം സാർ, കേൾക്കാം സാർ. ഒരു മിനിറ്റ് ഒരു ചോദ്യം വരുന്നുണ്ട്. ഒരു മിനിറ്റ്, ഒരു ചോദ്യമുണ്ട്. അത് ഞാനതോടെ കാണിക്കാം. ഇതിപ്പോ സ്ക്രീനിൽ വരും. സ്ക്രീനിൽ വന്നിട്ടുണ്ട്. ആ ചോദ്യം ടീച്ചർക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു.
കാണാൻ പറ്റുന്നുണ്ടോ? ടീച്ചർ പറഞ്ഞു താരതമ്യത്തോട് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞത് ഒന്നുകൂടി വ്യക്തമാക്കാം. അപ്പൊ ഞാൻ അത് ഞാൻ കാണുന്നത് എപ്പോഴും നമ്മളെ കൾച്ചറൽ കോൺടെസ്റ്റും നമ്മള് നോക്കുന്ന ഒരു എല്ലാം വ്യത്യാസമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാര്യം എന്ന് വെച്ചാൽ ഒരു കോണ്ടെക്സ്റ്റുവലൈസിങ്. ഞാൻ എക്സാമ്പിൾ വെച്ച് പറയാം, ഫെമിനിസം എന്ന് പറയുന്ന എക്സാമ്പിൾ വെച്ച് പറയാം. ഈ നമ്മള് അക്കാഡമിയെ മുഴുവനും ഡോമിനേറ്റ് ചെയ്യുന്നത് ഒരു വെസ്റ്റേൺ ടെർമിനോളജി, വെസ്റ്റേൺ സെൻട്രിസം ആണ്. അപ്പോ അത് തന്നെ നമ്മൾ ഒരിക്കലും ഒരു വെസ്റ്റേൺ ചിന്തകരും അവരുടെ they don't reflect or reflect on outside the boundaries of their cultural context or intellectual context. നമ്മളാണ് എപ്പോഴും വെസ്റ്റേണിനെ ഇങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് ഭയങ്കരമായിട്ട് ഗ്ലോറിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഫെമിനിസത്തിന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇന്ത്യയിൽ ജീവിക്കുന്ന സ്ത്രീകളും ഇന്ത്യയിലെ കൾച്ചറൽ കോൺടെസ്റ്റിൽ ഇരിക്കുന്ന സ്ത്രീകൾക്ക് ഒരു യൂറോപ്യൻ സ്ത്രീയും തമ്മിൽ വളരെ വ്യത്യാസമായിട്ടുള്ള പ്രശ്നങ്ങളാണ് അവർ അഭിമുഖീകരിക്കുന്നത്. നമ്മൾ ഇവിടെ പഠിപ്പിക്കുന്നത് സിമോൺ ദീവോവും അങ്ങനെ പോലുള്ള അങ്ങനെയുള്ള പല ചിന്തകരുടെയും വ്യാഖ്യാനങ്ങളും അതുപോലെ പുസ്തകങ്ങളുമാണ്. നമുക്ക് എന്തുകൊണ്ട് ഒരു ഇന്ത്യൻ കോണ്ടെക്സ്റ്റലൈസിങ് again the postmodern approach. നിങ്ങൾ പറയും പോസ്റ്റ് മോഡേണിസം യൂറോപ്യൻ ആണെന്ന് പറയും. എന്നാൽ പോലും നമ്മള് അതിൽ നിന്ന് മാറിക്കൊണ്ട് ഒരു ദളിത് വുമണിന്റെ പ്രശ്നങ്ങളായിരിക്കില്ല ഒരു ആഫ്രിക്കൻ അമേരിക്കന്റെ പ്രശ്നം, ഒരു നേറ്റീവ് അമേരിക്കന്റെ പ്രശ്നം. നമ്മൾ ഒരേ ലെൻസ് വെച്ചാണ് എല്ലാം അനലൈസ് ചെയ്യുക. അപ്പൊ അതുപോലെ എവറി കോൺസെപ്റ്റ് ഇൻ ഫിലോസഫി should be analyzed in our cultural context instead of അപ്പോൾ നമുക്കിപ്പോ ഞാൻ another example, Dr. Biju will be knowing another example. എങ്ങനെയാണ് നമുക്ക് വെസ്റ്റേൺ താരതമ്യപ്പെടുന്നത് സാധ്യമല്ലെന്നാണ് ഞാൻ പറയുന്നത്. നമ്മൾക്ക് നമ്മുടെ കൾച്ചറൽ കോൺടെസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ഹൈഡഗറിന്റെ, ഞാൻ ഹൈഡഗറിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പൊ ഹൈഡഗറിന്റെ പോളിസെമസ് ലാംഗ്വേജ് ഉണ്ട്. അപ്പൊ അതില് ഹൈഡഗർ പറയുന്നുണ്ട് 4 സ്ട്രക്ചേഴ്സ് ഓഫ് ലാംഗ്വേജ് എന്ന് പറയുന്നുണ്ട്. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് നമ്മുടെ കൾച്ചറൽ കോൺടെക്സ്റ്റ് എടുക്കാൻ പറ്റും. എന്ന് വെച്ചാൽ പ്രജാപതിയായിട്ടുള്ള സംസാരം നമുക്ക് എടുത്തുകൊണ്ട് നമുക്ക് അവിടെ ആ 4 സ്ട്രക്ചേഴ്സിന് 4 കൺസെപ്ഷൻ, 4 സൈറ്റ്, 4 കൺസെപ്ഷൻ. And all these concepts can be explained through the lens of Prajapati and the discussion with Prajapati and God, Prajapati and the people and Prajapati, and these 3 structures we can explain through. ഇതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ താരതമ്യം ചെയ്യുന്നേക്കാൾ നല്ലത് നമ്മളെ കോണ്ടെക്സ്റ്റിൽ നമ്മൾ ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് നല്ലതെന്നാണ് ഒരു പറഞ്ഞത്. അതല്ലാതെ ഞാൻ കണ്ടിട്ടുണ്ട് നാഗാർജുനയും ഡെറിഡ എന്നും പറഞ്ഞിട്ട് പുസ്തകങ്ങളെ കണ്ടിട്ടുണ്ട്, കുറേ വർക്കുകൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എനിക്ക് വലിയ താല്പര്യമില്ലാത്തൊരു വിഷയമാണ്. രണ്ടും 2 കൾച്ചറൽ കോൺടെസ്റ്റുകളാണ്. ഞാൻ ജർമ്മനിയിൽ എന്നെ ടോക്കിന് വിളിച്ചപ്പോൾ അവർ പ്രത്യേകം പറഞ്ഞു, നിങ്ങൾ ഹൈഡഗറിനെ കുറിച്ച് ഇവിടെ സംസാരിക്കേണ്ട. നിങ്ങൾക്ക് എന്നുവെച്ചാൽ ഇങ്ങനെ റൂഡായിട്ടല്ല പറഞ്ഞത്, പക്ഷെ ഹൈഡഗറിനെ കുറിച്ച് ഡിഫറെന്റ് റീസൺസ് എന്ന് വെച്ചാൽ ഹൈഡഗർ ഐ വെന്റ് ടു ലൈബ്നിസ് യൂണിവേഴ്സിറ്റി. ആ ഏരിയ ഹനോഫർ ആകുമ്പോഴത്തേക്ക് ആ ഏരിയയിൽ അവിടെ ഭയങ്കരമായിട്ട് സെക്കൻഡ് വേൾഡ് വാർ അഫക്ട് ചെയ്തിട്ടുള്ള ഒരു പ്രത്യേക ഇടമാണ് ഹനോഫർ. അപ്പൊ അതുകൊണ്ട് അതൊരു റീസൺ. രണ്ടാമത്തത്, നിങ്ങൾ ഒരു ഇന്ത്യൻ ഇന്റർപ്രറ്റിംഗ് ഹൈഡഗർ, you don't know the language very well, and how you interpret it. You cannot interpret Heidegger or understand Heidegger in like a German. This is what they said. They don't want to, അതുപോലെ തന്നെ നമ്മൾ എന്തിനാ അങ്ങനെ പോകുന്നതെന്നാണ് ഞാൻ എപ്പോഴും ആലോചിക്കുന്നത്.
ഒരു താരതമ്യ പഠനം ആകുമ്പോഴത്തേക്ക് 2 കൾച്ചറൽ കോണ്ടസ്റ്റ് ഉള്ള ആൾക്കാരാണ്. അപ്പൊ 2 ടെർമിനോളജിയിൽ അവർ യൂസ് ചെയ്തിരുന്നെങ്കിൽ ഡിഫറെന്റ് വേസിലായിരിക്കും ഉപയോഗിച്ചിട്ടുള്ളത്. അത് 2 കൾച്ചറൽ കോണ്ടസ്റ്റ് നിന്നുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം. അല്ലാണ്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു സൂയിസൈഡൽ ആയിട്ടാണ് മാറുക. അത് പൊതുവെ ഇഷ്ടംപോലെ വർക്കുകളുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്, എന്റെയിലും ഉണ്ട് കൂടുതൽ വർക്കുകൾ. ഇന്ത്യൻ ഫിലോസഫിയും ഇതുമായിട്ടുള്ള കുറെ വർക്കുകളുണ്ട്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി തന്നെ പബ്ലിഷ് ചെയ്ത വർക്കുകളുമുണ്ട്. പക്ഷെ ഞാൻ യൂഷ്വലി ഹൈഡഗറിന്റെ വാക്ക് തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഭയങ്കര അതൊരു ഇന്റർപ്രിട്ടേഷൻ നടക്കുമ്പോൾ ഒരു നോട്ട് എ കറക്റ്റ് ഇന്റർപ്രിട്ടേഷൻ ആയിരിക്കില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതാണ് ഞാൻ പറയാൻ കാരണം. അങ്ങനെ താരതമ്യ പഠനത്തോട് വലിയ താല്പര്യം ഇല്ല എന്നുള്ള. ഇപ്പൊ ലാംഗ്വേജിന് വളരെ മീനിങ് ഇല്ലേ? ഈവൻ ജർമ്മൻ ആയാലും മലയാളം ആയാലും സാൻസ്ക്രിറ്റ് ആയാലും ഒരു വാക്കിന് തന്നെ പല അർത്ഥങ്ങളാണുള്ളത്. അത് നമ്മൾ ഇന്റർപ്രിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആ വെസ്റ്റേൺ നമ്മളെ കോണ്ടസ്റ്റിൽ നിന്നുകൊണ്ടായിരിക്കും ഹൈഡഗറിനെ അല്ലെങ്കിൽ ഫൂക്കോ അല്ലെങ്കിൽ അവരെ കാണുന്നത്. അപ്പൊ അത് ആ ടെർമിനോളജിയുടെ മീനിങ് ആണോ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്, അതോ അത് നമ്മൾ ഇന്റർപ്രിറ്റ് ചെയ്തപ്പോഴത്തേക്ക് എവരി അണ്ടർസ്റ്റാൻഡിങ് ഈസ് ഇന്റർപ്രിട്ടേഷൻ അല്ലേ? അപ്പൊ അതെങ്ങനെ മാറിയല്ല കറക്റ്റ് മീനിങ് ആണോ കിട്ടുക എന്നുള്ളൊരു സന്ദേഹമാണ് ഇതിന് കാരണം. അപ്പൊ ടീച്ചറിന്റെ ഈ ഒരു സംശയത്തിനോട് പറയൂ. ഞാനൊന്ന് കൂട്ടിച്ചേർക്കുകയാണ്. ടീച്ചർ പറഞ്ഞ ന്യായമായ സംശയമാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. നമ്മൾ ഈ ട്രാൻസ്ലേഷനിൽ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട് അനാലിറ്റിക്കൽ ഫിലോസഫി ഒക്കെ പഠിക്കുമ്പോൾ ഞാൻ നോട്ട് ചെയ്തിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയാം. നമ്മുടെ തകഴിയുടെ രണ്ടിടങ്ങഴി നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് 2 measures. ഈ രണ്ടിടങ്ങഴി എന്ന് പറയുന്ന പദം ഇറ്റ് ഈസ് ഇവോൾവ്ഡ് ത്രൂ അവർ കൾച്ചറൽ മിലിയു. ഹൗ ക്യാൻ യു ഐഡന്റിഫൈ that aesthetics, that essence in the word 2 measures? എന്റെ ഫ്രണ്ട് ഒരു എമാമീരയുടെ വർക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ നിറയെ വാക്കുകൾ അത് മലയാളത്തിൽ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അത് നമുക്ക് ട്രാൻസ്ലേഷൻ എക്സാക്ട് ട്രാൻസ്ലേഷൻ സാധ്യമേ അല്ല. അപ്പൊ ഇതുപോലെ തന്നെയാണ് വേറെ ഭാഷയിൽ നിന്ന് നമ്മൾ തർജ്ജമ ചെയ്യുമ്പോഴും നമ്മൾ അത് ഇന്റർപ്രറ്റ് ചെയ്യുമ്പോഴും നമ്മൾ അവർ പറഞ്ഞതാണോ നമ്മൾ പറയുന്നത് എന്നുള്ള പ്രശ്നമാണ് ഉണ്ടാകുന്നത്. ഓക്കെ രേഖ, ഇനി ഉണ്ടോ ക്വസ്റ്റ്യൻസ്? ഉണ്ടോ? ക്വസ്റ്റ്യൻസ് ഒന്നും കാണുന്നില്ല. രേഖയ്ക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ടീച്ചർ പറഞ്ഞ ഇപ്പൊ ജർമ്മൻ ആളുകള് അല്ലെങ്കിൽ ഹൈഡഗറെ കുറിച്ച് നമ്മളൊന്നും പറയണ്ടെന്ന് പറയുമ്പോൾ വേറൊരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടത് ഇന്ത്യൻ എസ്തെറ്റിക്സ് ഒക്കെ ഏറ്റവും നല്ല ടെക്സ്റ്റുകൾ മുഴുവനും വെസ്റ്റേൺ സ്കോളേഴ്സ് ആണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ എത്രയോ അധികം ഇൻഡോളജിയിലാണേലും സംസ്കൃത സ്കോളേഴ്സ് ആണേലും ഇന്ത്യൻ ഫിലോസഫിയിലും ഒക്കെ ധാരാളം വർക്കുകൾ നടക്കേണ്ടത് നമ്മൾ അങ്ങനെ പറയുമോ? ഈ ഒരു ഭയങ്കര ഇന്റലക്ച്വൽ ഇന്റലക്ച്വലി കോളനൈസ്ഡ്. അപ്പൊ മറ്റേ കോളനൈസേഷൻ അല്ല. നമ്മൾക്ക് ഒരു വൈറ്റ് മാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇത് ഉള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. അല്ലാതെ ഞാന് സിമിലാരിറ്റീസും കമ്പാരിസണും ഒക്കെ കാണുന്നുണ്ട്. എനിക്ക് അതിന് താല്പര്യമില്ലെന്നാണ് പറഞ്ഞുള്ളൂ. പക്ഷെ ബാക്കിയുള്ളവർ ചെയ്യുന്നതിൽ പ്രശ്നമൊന്നും അല്ല പറഞ്ഞത്. പക്ഷെ ജർമ്മൻ വേറെന്തോ പറയാൻ വന്നു. എന്താ സ്മിത രേഖ പറഞ്ഞ? അല്ല, ഞാൻ ജസ്റ്റ് ഒരു വശം പറഞ്ഞു. ടീച്ചർ ഒരു വശം പറഞ്ഞപ്പോൾ ഞാൻ മറുവശം പറഞ്ഞു എന്നേ ഉള്ളൂ. ഈ സാൻസ്ക്രിറ്റ് ടെക്സ്റ്റിന്റെ ഒക്കെ നല്ല പഠനങ്ങള് മുഴുവനും മാക്സ്മുള്ളറിന്റെ ടെസ്റ്റ് എന്നൊക്കെ പറയുന്നത് മാക്സ്മുള്ളർ ഇന്ത്യ കണ്ടിട്ട് പോലുമില്ല, വന്നിട്ട് പോലുമില്ല. എന്നിട്ടാണ് അദ്ദേഹം ഇൻഡോളജി 26 വോളിയൂംസ് എഴുതുന്നത്. He never visited India. This test is many, even people like Radhakrishnan, people like many other, those who are, supporting the colonial hangover. They always take this book as a reference book. He never visited India. And, we use this as even philosophy, we use this as a very, one of the prominent tests. കാൾ പോട്ടറിന്റെ കുറച്ചുകൂടെ നന്നായിട്ടുള്ള ഇപ്പോഴും പറയുന്നുണ്ട്. കാൾ പോട്ടർ, പനീർ സെൽവൻ സാർ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. കാൾ പോട്ടർ, when I was arguing with him, he said, പാൾ പോട്ടറിന്റെ ബുക്ക് മാക്സ്മുള്ളറിനെക്കാളും കുറച്ചുകൂടെ ഒരു ലൈക്ക് as you said, കുറച്ചുകൂടെ ഒരു ഡെമോക്രാറ്റിക് സ്പേസ് കൊടുക്കുന്ന ഒരു ടെസ്റ്റ് ആണെന്ന് പറഞ്ഞായിരുന്നു. കാൾ പോട്ടർ പുതിയ ഓക്സ്ഫോർഡ് എഡിഷന്റെ കുറെ പുസ്തകങ്ങളുണ്ട് കാൾ പോട്ടറിന്റെ.
ഉണ്ട്, ഞാൻ പറയുന്നില്ല എന്നല്ല, പക്ഷെ നമുക്ക് തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം. നമ്മളിങ്ങനെ വെസ്റ്റേൺ സ്കോളേഴ്സിനെ ഫിലോസഫിയിൽ സംഭവിക്കുന്നത് തന്നെയാണ് ഫിലോസഫി പറയുന്നത് മിക്കവാറും ലിറ്ററേച്ചറുകാരാണ്, നമ്മളൊന്നും പറയില്ല. അതിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ് ഞാൻ പറയുന്നില്ല, അവര് റിഗറസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സാൻസ്ക്രിറ്റും പഠിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്, പലരും സാൻസ്ക്രിറ്റ് പഠിച്ചവർ ചെയ്യുന്നുണ്ട്. റെയ്മണ്ട് പണിക്കറിനെ പോലെയുള്ള ഇന്റർകൾച്ചറൽ ഫിലോസഫർ, അദ്ദേഹം ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ ഹാഫ് മലയാളിയാണ്. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ വന്ന് 11 വർഷം സാൻസ്ക്രിറ്റ് പഠിക്കുന്നുണ്ട്. ചോദ്യം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഇല്ല, ചോദ്യങ്ങളല്ല, അത് കമന്റ്സ് ഒന്നും കാണുന്നില്ല. അപ്പൊ നമുക്ക് സമയം, സന്തോഷ് സാർ സമയം, അപ്പൊ നമുക്കത് വേറെ ചോദ്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഞാൻ നോബിൾ സാറിനെ വിളിക്കട്ടെ എന്നാൽ. നോബിൾ സാർ. ഓക്കെ, താങ്ക്സ് പറയാൻ മുമ്പ് കേൾക്കുന്നുണ്ട് ഞാൻ വിചാരിക്കുന്നു. അല്ലാതെ unfortunately my net was abysmally unstable, so sometime I will come and sometime and വന്നും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഇതായിരുന്നു. ഇപ്പോൾ most of the talk you delivered now is missing. I didn't understand what he was talking about, but fortunately I could see the PPT shown by you. But when I gone through it, it was need more discussion. I felt that as far as I couldn't hear your talk, I do not make any kind of comments on it. Anyway, one thing I want to appreciate you, that you have a good presentation quality, and you are very appreciable. I appreciate your sound and your talk interaction, everything. On behalf of Maharaja's College Philosophy Department, we extend very heartfelt thanks. We have 2 more teachers in MCC, James sir as well as Dean Sebastian. I believe they are your colleague. And now in the future we can go together with some of newer and novel topics. And I wish you a good thanks for coming and sharing with us. Thank you, ma'am. And thank you, Dicho Panjikaran. And thank you, Smita madam, Rekha madam. Santosh sir, he is always a well-wisher of our department. And very good person. And all the teachers of the department as well as students. I am extending very happy thanks to all of you. Thank you. താങ്ക് യു നോബിൾ സർ. സന്തോഷ് സർ, നമുക്ക് അവസാനിപ്പിക്കാം.